ഹലോ, ഇന്ന് നമ്മൾ ഇക്കായി 2 സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. പരിശ്രമം എന്നാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ പേര്. ഇവിടെ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഗാന്ധിജീൻ്റെ ഒരു മഹത് വചനമൊക്കെ ഉണ്ട്. കുറച്ച് പേര് അവരുടെ വിജയത്തെക്കുറിച്ച് മാത്രം സ്വപ്നം കാണുന്നു, എന്നാൽ കുറച്ച് പേര് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് നന്നായി പരിശ്രമിക്കുന്നു എന്ന ഗാന്ധിജിയുടെ ഒരു വചനം കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മക്കളൊക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഈ യൂണിറ്റിൽ വരുന്ന ചാപ്റ്റർ ഏതാണെന്ന് നോക്കാം അല്ലേ. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതൊരു കഹാനിയാണ്. കഹാനി എന്ന് വെച്ചാൽ കഥ. ഗാന്ധിജിക്ക് നമക്ക് കഥ. കഥയുടെ പേരാണ് ഗാന്ധിജിക്ക് നമക്ക് കഥ. ഗാന്ധിജിയുടെ ഉപ്പ് കഥ. നമക്ക് എന്ന് വെച്ചാൽ ഉപ്പ് കഥ. ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് ഉദയൻ വാജ്പേയിയാണ്. ഓക്കെ, നമ്മൾ കഥയിലോട്ട് പോകാം. एक राजा के 3 बेटियां थीं. तुम चाहो तो उस राजा की 4 बेटियां भी हो सकती है. इसी कहानी में राजा ने उनसे पूछा कि वे उन्हें कितना प्यार करती हैं. पहली ने कहा, मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है. राजा ने गुस्से से सिर हिला दिया. एक राजा के 3 बेटियां थी. ഒരു രാജാവിന് 3 പെൺമക്കളുണ്ടായിരുന്നു. ഒരു രാജാവിന് 3 ബേട്ടിയാ 3 പെൺകുട്ടികളുണ്ടായിരുന്നു. തും ചാഹോ തോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉസ് രാജാക്ക്, ആ രാജാവിന് 4 ബേട്ടിയാം ബി ഹോ സക്തി ഹെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ രാജാവിന് 4 പെൺകുട്ടികളെയും ആക്കാം. ഈ ഒരു കഥയിൽ 4 പെൺകുട്ടികളാണെന്നും കരുതാം. ഇസ് കഹാനിമേ, ഈ കഥയിൽ. രാജാവ് ഉൻസെ പൂച്ച, അവരോട് ചോദിച്ചു, കി എന്തെന്നാൽ, വേ ഉനേം കിത്തിന പ്യാർ കർത്തേ ഹേ, അവർ അദ്ദേഹത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. രാജാവ് ആ കുട്ടികളോട് ചോദിക്കുകയാണ് രാജാവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. പഹലീനെ കഹ, ആദ്യത്തെ ആൾ പറഞ്ഞു, ഫസ്റ്റത്തെ മോള് പറഞ്ഞു, മേം തുമേം, ഞാൻ നിങ്ങളെ, ഉത്തന സാര പ്യാർ കർത്തി ഹും, ഞാൻ നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ജിത്തന, എത്രത്തോളം, ബഡ സൂരജ് ഹെ, ഒരു വലിയ സൂര്യൻ്റെ അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. രാജാവ് ഖുഷി സന്തോഷത്തോടെ, സിർ ഹിലാദിയ, തലകുലുക്കി. ഓക്കെ, അപ്പോൾ രാജാവ് എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റത്തെ മോള് പറഞ്ഞു, ഒരു വലിയ സൂര്യനെ പോലെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ മോൾ എന്താ പറഞ്ഞത്, ദൂസരീനെ കഹ, മേം തുമേം ഉത്തന ചാഹ്തി ഹും जितने चाँद सितारे आसमान में हैं. राजा ने गुस्से से सिर हिलाया और तीसरी बेटी की तरफ देखा. तीसरी चुप गड़ी दी. वह बोली, मैं तुम्हें गाने में नमक जितना प्यार करती हूँ. दूसरी ने कहा, രണ്ടാമത്തെ ആൾ പറഞ്ഞു, മേം തുമേ ഉത്തന ചാഹ്തി ഹും, ഞാൻ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ജിത്തിനെ ചാന്ത് സിത്താരെ ആസ്മാനുമേ ഹേം, ആകാശത്തിലെ ചാന്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, സിത്താരെ എന്ന് പറഞ്ഞാൽ നക്ഷത്രം. അപ്പോൾ എത്രത്തോളം ആകാശത്ത് നക്ഷത്രങ്ങളും ചന്ദ്രനും ഉള്ളതുപോലെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് രണ്ടാമത്തെ മോള് പറഞ്ഞു. രാജാനെ ഖുഷി സിർ ഹിലായ, രാജാവ് ഖുഷിസെ സന്തോഷത്തോടെ, സിർഹിലായ തല കുലുക്കി. ഔർ തീസരി ബേട്ടി കി തരഫ് ദേഖ, എന്നിട്ട് തീസരി ബേട്ടിക്ക്, മൂന്നാമത്തെ മോളുടെ, തരഫ് ദേഖ, നേരെ നോക്കി. തീസരി ചുപ് ഗഡീദി, മൂന്നാമത്തെ ആൾ മിണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ മിണ്ടാതെ നിന്നു. വഹ് ബോലി, അവൾ പറഞ്ഞു,
मैं तुम्हें ഖാനെ में നമക്ക് ജിത്തന, ഞാൻ നിങ്ങളെ ഖാനെ में ഭക്ഷണത്തിൽ നമക്ക് ജിത്തന ഉപ്പ് എത്രത്തോളം ഉണ്ടോ, പ്യാർ കർത്തി ഹും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഉപ്പ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ആൾ ഒരു വലിയ സൂര്യൻ്റെ അത്രത്തോളം എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ആൾ ചന്ദ്രൻ്റെയും ആകാശത്തിലെ ചന്ദ്രൻ്റെയും നക്ഷത്രത്തിൻ്റെയും അത്രത്തോളം എന്ന് പറഞ്ഞു, മൂന്നാമത്തെ മോള് ഭക്ഷണത്തിലെ ഉപ്പിൻ്റെ അത്രയെന്ന് പറഞ്ഞു. ഓക്കെ, കഹാനി ലംബി ചൽത്തി ഹെ, കഥ ഇങ്ങനെ നീണ്ടു പോവാണ്. കഹാനി ലംബി ചൽത്തി ഹേ, കഥ ഇങ്ങനെ വളരെ കാലം നീണ്ടു നിൽക്കുന്നു. പഹലെ രാജാക്കോ, ആദ്യം രാജാവിന് യഹ് ജവാബ് പസന്ത് നെഹീം ആത്ത, ഈ ഒരു ഉത്തരം യഹ് ജവാബ് ഈ ഒരു മറുപടി പസന്ത് നെഹീം ആത്ത ഇഷ്ടപ്പെട്ടിരുന്നില്ല, ആ ഒരു ആൻസർ ഇഷ്ടപ്പെട്ടില്ല. പർ കഹാനിക്ക് അന്ത് മേം, എന്നാൽ കഥയുടെ അവസാനത്തിൽ വഹ് രാജ, ആ രാജാവ് ഗാനെ മേം തദാ ജീവൻ മേം, ഖാനെ മേം ഭക്ഷണത്തിലും, തദാ അതുപോലെ ജീവൻ മേം ജീവിതത്തിലും, നമക്ക് കെ മഹത്വ കോ സമജ് ജാത്താ ഹേ ജീവിതത്തിലും ഭക്ഷണത്തിലും ഉപ്പിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നു. അപ്പോഴാണ് കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രാജാവിന് ഭക്ഷണത്തിലും ജീവിതത്തിലൊക്കെ ഉപ്പിൻ്റെ മഹത്വം മനസ്സിലാക്കിയത്. തബ് അപ്പോഴാണ് അപ്പിനി ചോട്ടി ബേട്ടിക്ക് പ്യാർ കി ഗഹരായി, അപ്പിനി ചോട്ടി ബേട്ടിക്ക് അപ്പോഴാണ് തൻ്റെ ചെറിയ മകളുടെ പ്യാർ കി സ്നേഹത്തിൻ്റെ ഗഹരായി ആഴം കോ സമജ്താ ഹേ മനസ്സിലായത്. കഥൻ്റെ സ്റ്റാർട്ടിങ്ങിലൊന്നും രാജാവിൻ്റെ ചെറിയ മകളുടെ ആൻസർ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ലാസ്റ്റാണ് രാജാവിന് ഉപ്പിൻ്റെ മഹത്വം മനസ്സിലായത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, തും ധ്യാൻ സേ പഠേ തോ, തും ധ്യാൻ സേ പഠോ തോ पाओगे कि यह कहानी न तो राजा की है न उसकी पसंद की, यह कहानी न उसकी बेटियों के बारे में है न उनके कहने के बारे में है, यह नमक की कहानी है. महात्मा गांधी ने भी एक नमक की कहानी लिखी थी. तुम ध्यान से पढ़े तो, നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ, ഈ ഒരു കഥ ശ്രദ്ധാപൂർവം വായിച്ചാൽ പാഓഗോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കി എന്തെന്നാൽ, യഹ് കഹാനി ഈ ഒരു കഥ, ന തോ രാജാ കി ഹേ രാജാവിനെ കുറിച്ചല്ല, ഈ ഒരു കഥ രാജാവിനെ കുറിച്ചല്ല, ന ഉസ്കി പസന്ത് കി അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചല്ല, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിനൊന്നും കുറിച്ചല്ല. യഹ് കഹാനി ന ഉസ്കി ബേട്ടിയോം കെ ബാരെ മേം ഹേ, യഹ് കഹാനി ഈ കഥ, ന ഉസ്കി ബേട്ടിയോം കെ ബാരെ മേം ഹേ അദ്ദേഹത്തിൻ്റെ മക്കളെ കുറിച്ചുമല്ല, ന ഉൻകെ കഹനെ കെ ബാരെ മേം അവർ പറഞ്ഞതിനെ കുറിച്ചുമല്ല, മക്കൾ പറഞ്ഞ ആൻസറിനെ കുറിച്ചൊന്നുമല്ല. യഹ് നമക്ക് കി കഹാനി ഹേ, ഇത് ഉപ്പിൻ്റെ കഥയാണ്. മഹാത്മാഗാന്ധി ने भी മഹാത്മാഗാന്ധിയും ഏക്ക് നമക്ക് കി കഹാനി ലിഖി തി ഒരു ഉപ്പിൻ്റെ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഈ കഥ ഇനി മുമ്പോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു കഥ നമ്മുടെ രാജാവിനെ കുറിച്ചും മക്കളെ കുറിച്ചൊന്നുമല്ല, ഈ ഒരു കഥ ആരെക്കുറിച്ചിട്ടാണ്, നമ്മുടെ മഹാത്മാഗാന്ധിൻ്റെ ഉപ്പ് കഥയാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഉപ്പ് കഥ നമ്മുടെ ഗാന്ധിജീൻ്റെ ഉപ്പ് കഥ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ് മീനിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. തീൻ ബേട്ടിയാം 3 daughters, പ്യാർ ലവ്, പഹലി ഫസ്റ്റ്, ഖുഷി ഹാപ്പി, चांद मून, दूसरी सेकंड, तीसरी थर्ड, चुपना टू कीप क्वाइट, गड़ा स्टैंड, गाना फूड, नमक साल्ट, जवाब आंसर, महत्व इम्पोर्टेंस, गहराई डेप्थ, लंबी लॉन्ग.
അപ്പം വേർഡ് മീനിങ്സ് ഒക്കെ മക്കൾ നന്നായിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, ബായ്. അപ്പം നമുക്ക് കഥൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കേ.